ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിവ്യൂലുണ്ടായ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെയാണ് ലൈറ്റ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ട്യൂട്ടോറിയൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ആവും. സോ നിങ്ങൾക്ക് ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഫുൾ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ആ ഒരു XML ഫയലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റ് മോഷനിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിലൊക്കെ ആ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ നോക്കാം. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് വേണ്ട കട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് സ്ലോ ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാ കട്ട്സും ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് തന്നെ ആ ഒരു XML ഫയൽ ഡൗൺലോഡ് ആക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ആ ഒരു ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് XML എന്നുള്ളിടത്തും ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു XML ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു XML ഫയൽ. അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് ഉണ്ടാവും, അപ്പോൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് ഇതിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു XML ഫയൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ കട്ട്സ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കട്ടിൽ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കട്ട്സ് നമുക്ക് ഏത് ക്ലിപ്പാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. കട്ടിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു കളർ ആൻഡ് ഫില്ലിൽ മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട കട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രൊജക്റ്റിൽ ചെന്നിട്ട് നമുക്കിപ്പോൾ നമ്മുടെ സോങ്ങിൻ്റെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ റെഡിയാക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായി നമ്മൾ ഈ XMLയിലെ ആദ്യത്തെ കട്ടിലെ ആ ഒരു എഫക്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് അടിച്ച് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ വേണ്ട ഒരു ആ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റിനനുസരിച്ച് സോങ്ങിൻ്റെ ഒരു ബീറ്റിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു കോപ്പി ചെയ്ത എഫക്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു നൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടൂൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു മീഡിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മേലെ കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നള്ളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഫുള്ളാക്കി അത്യാവശ്യം സൂം ആവുന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു സൂമിങ് എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് കട്ടിൽ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്ലിപ്പിലായൊരു വേറൊരു ക്ലിപ്പ് ഫെയ്ഡായിട്ട് വരുന്ന രീതിയിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്ക് വേറൊരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ക്ലിപ്പാണ് ആഡ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് ആ ഒരു കട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നമ്മുടെ ആ ഒരു XML ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിലെ ഒരു സെക്കൻഡ് ക്ലിപ്പിൻ്റെ മേലെ കിടക്കണ ആ ഒരു ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അത് കോപ്പി ചെയ്ത് നമ്മുടെ ആ ഒരു കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എവിടെ നിന്നാണോ ആ ഒരു ഫെയ്ഡ് വരേണ്ടത്, നിങ്ങളുടെ ബീറ്റിനനുസരിച്ച് എവിടെ നിന്നാണോ ആ ഒരു ഫെയ്ഡ് വരേണ്ടത് അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ബാക്ക് അടിച്ച ആ ഒരു XML ഫയൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ആ ഒരു സെക്കൻഡ് ക്ലിപ്സിൽ ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക, നേരെ നമ്മുടെ ആ ഒരു വീഡിയോസിലെ സെക്കൻഡ് ക്ലിപ്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഇവിടെ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോണ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. അതിനായി മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്നിട്ട് അടിയിലേക്ക് ആ ഒരു കീ ഫ്രെയിം കൊണ്ടുപോയി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രീനിലാണെന്ന് ഒരു ഗ്രാഫ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് എൻഡിലായിട്ട് ജസ്റ്റ് സൂം വരണം. അപ്പോൾ അതിനായി സെൻറ്ററിൽ വീണ്ടും ഒരു ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. എത്രയാണോ സൂം വേണ്ടത് അതൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഈ ഒരു ഗ്രാഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു സൂമിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് ഉണ്ടാവും. നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ കൊടുത്ത ആ ഒരു കട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു മീഡിയയിൽ പോയിട്ട് ജസ്റ്റ് കട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം ലാഗ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, എക്സ്പോർട്ടിങ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഇതിലേക്ക് ഒരു CC ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ എഡിറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് CC ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ CC കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിലുണ്ട്.
അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അത് ഫുൾ കോപ്പി ചെയ്ത് നമ്മുടെ കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.